ശ്രീ രാഹുലീശ്വർ ബൈബിളിനെയും ക്രിസ്തുവിനെയും പലപ്പോഴും തെറ്റിദ്ധരിക്കുകയും താൻ തെറ്റിദ്ധരിച്ച രീതിയിൽ ബൈബിളിനെയും ക്രിസ്തുവിനെയും മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒന്നിലധികം തവണ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടുത്ത നാളുകളിൽ യേശുവും ഈസായും എന്ന വിഷയത്തിൽ നടത്തിയ വ്യാഖ്യാനം പോലെ തന്നെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവത്തെയും ശ്രീ രാഹുലീശ്വർ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ആ പെണ്ണിനെയും കല്ലെറിയാൻ വരട്ടെ, നമുക്ക് ബൈബിൾ വായിക്കാം, യേശു എന്തു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലീശ്വർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ശ്രീ രാഹുലീശ്വർ, പ്രിയ സഹോദരൻ, അങ്ങ് ബൈബിളിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും വായിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നല്ലേ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വെറുതെ വിട്ടു. അതുകൊണ്ട് നമുക്കും അവരെ വെറുതെ വിടാം. അതായത് മനുഷ്യൻ്റെ തെറ്റായ പ്രവൃത്തികളെ ന്യായീകരിക്കുവാൻ ദയവ് ചെയ്ത് ബൈബിളിനെ ഉപയോഗിക്കരുത്. അത് കുട്ടിത്തം നിറഞ്ഞ ചൈൽഡിഷായ തെറ്റായ പ്രബോധന രീതിയാണ്. പ്രഘോഷണവും പ്രബോധനവും തമ്മിൽ സഹോദര രാഹുലീശ്വർ വ്യത്യാസമുണ്ട്. ബൈബിളിനെ പ്രബോധനപരമായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോണ്ടസ്റ്റും കാര്യങ്ങളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. യേശു പാപം ക്ഷമിക്കുന്നുവെന്ന് ആർക്കും എപ്പോഴും വേണേലും പറയാം, അതിനകത്ത് ആരുടെയും അനുവാദം ആവശ്യമില്ല. പക്ഷെ പ്രബോധനം പഠിപ്പിക്കുമ്പോൾ അത് കൃത്യമായ കാര്യങ്ങൾ പഠിക്കണം. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ ക്രിസ്തു ഉദ്ദേശിച്ചത് നിയമം നടപ്പിലാക്കാൻ വിധിക്കപ്പെട്ട അധികാരമുള്ളവൻ, അധികാര സ്ഥാനത്തിരിക്കുന്നവർ നിയമത്തിൻ്റെ മുകളിലല്ല, അവരും നിയമം പാലിക്കാൻ നിർബന്ധിതരാണ് എന്നാണ്. അതായത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയും പിടിക്കപ്പെടാതെ പോയ ആരാണോ ആ സ്ത്രീയോടും വ്യഭിചാരത്തിൽ ഏർപ്പെട്ട ആ വ്യക്തിയും ഈ സ്ത്രീയെ വ്യഭിചാരത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും അധികാരികളും ഒന്നുപോലെ തെറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു അത് പറഞ്ഞത്. അല്ലാതെ എല്ലാവരും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ട എന്നല്ല ക്രിസ്തു ഉദ്ദേശിച്ചത്. എല്ലാവരും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ട എന്നല്ല ക്രിസ്തു ഉദ്ദേശിച്ചത്. ശ്രീ രാഹുലീശ്വർ ബൈബിളിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ തെളിവെന്താണെന്നറിയാമോ? ഇവിടെ 8-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനമാണ് രാഹുലീശ്വർ കോട്ട് ചെയ്യുന്നത്. 11 പറയുകയാണ്, യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്, മേലിൽ പാപം ചെയ്യരുത്. ക്രിസ്തു കൃത്യമായ വിധിയും കൽപ്പനയും കൊടുത്തു. അല്ലാതെ ചുമ്മാ വെറുതെ വിടുകയല്ല ചെയ്തത്, തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഞാനും നിന്നോട് ക്ഷമിക്കുന്നു എന്ന് ക്രിസ്തു പറയുകയാണ്. ഞാനും വിധിക്കുന്നില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അതായത് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ള യഹൂദർ കാത്തിരുന്ന മിശിഹ അഥവാ മനുഷ്യപുത്രൻ ഞാനാണ് എന്ന് ക്രിസ്തു ക്ലെയിം ചെയ്യുകയാണ്. അല്ലാതെ രാഹുലീശ്വരെ പ്രഘോഷണം പോലെയല്ല പ്രബോധനം, ഇത് വ്യത്യാസമുണ്ട്. ഇവിടെ കൃത്യമായും ക്രിസ്തു ഡിവിനിറ്റി ക്ലെയിം ചെയ്യുകയാണ്. ഞാൻ കർത്താവാകുന്നുവെന്ന് ക്ലെയിം ചെയ്യുകയാണ്. യഹൂദർക്കത് മനസ്സിലാകും. അതായത് പഴയ നിയമത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ പാപങ്ങൾ ക്ഷമിക്കുന്നവനും രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും മുൾപ്പടർപ്പിൽ അഗ്നിയായി കാണപ്പെടുന്നവനും, അങ്ങനെ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും നീണ്ട നിരയാണ് ദൈവം തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി പഴയ നിയമത്തിൽ പ്രവർത്തിക്കുന്നത്. ക്രിസ്തുവും അതുതന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ആകുന്നവനാകുന്നുവെന്ന് പഴയ നിയമത്തിൽ ദൈവം തന്നെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാൻ പാപം ക്ഷമിക്കുന്നവനാകുന്നു, ഞാൻ ഒതോറിറ്റിയാണ്, എനിക്ക് ഡിവിനിറ്റി ഉണ്ട്, ഗോഡ്വുഡ് ഉണ്ട് എന്ന് ക്രിസ്തു ക്ലെയിം ചെയ്യുകയാണ്. ഐ ആം ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പ്രൊഫസി, ഞാൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് ക്രിസ്തു ക്ലെയിം ചെയ്യുകയാണ്. ഇതാണ് അടിസ്ഥാനപരമായി ക്രൈസ്തവ വീക്ഷണവും ഇസ്ലാം വീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം. ഈസായും യേശുവും എന്ന് പറയുന്ന ആ വിഷയത്തിലെ അർത്ഥവും രാഹുലീശ്വരന് മനസ്സിലായില്ല. യേശുവിനെ ഈസായായി ഒരു പുസ്തകം എഴുതാനുള്ള സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. യേശുവിനെ വെറും ഒരു പ്രവാചകനായിട്ടോ ദൂതനായിട്ടോ കാണുവാൻ ഒരു വിപ്ലവകാരിയായി കാണുന്നവരുണ്ട്. അവരെ ആരും ക്രിസ്ത്യാനികൾ ചോദ്യം ചെയ്യുന്നില്ല. മറിച്ച് ഇസ്ലാമിലും ഖുറാനിലേക്കും വരുമ്പോൾ ഖുറാൻ 29-ാം അധ്യായത്തിൻ്റെ 28, 29, 30 വാക്യങ്ങളിൽ യേശു ദൈവമാണെന്ന് പറയുന്നവനെ നരകത്തിനാക്കി ശപിച്ചിരിക്കുന്നു. അവരോട് യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊല്ലണം, അവരോട് നികുതി മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇത് പ്രത്യേക സന്ദർഭത്തിലാണെന്ന് എവിടെയും ഖുറാനിൽ പറയുന്നില്ല. ഇത് ആരുപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണമെന്ന് വായിക്കുന്നവർക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഇതിനെ അപകടകരമായ പൊളിറ്റിക്കൽ റിലീജിയനാക്കി മാറ്റുന്നത്. പക്ഷെ ഇവിടെ ശ്രീ രാഹുലീശ്വർ ഈ 8-ാം അധ്യായം തന്നെ വായിക്കുമ്പോൾ രാഹുലീശ്വർ മനസ്സിലാക്കണം, പ്രവചനങ്ങളുടെ പൂർത്തീകരണം താനാണ്. പ്രവാചകന്മാർ പറഞ്ഞ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹ യേശു ക്രിസ്തു ഞാനാണ് എന്ന ക്ലെയിമാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് പാപം മോചിക്കുക വഴി ക്രിസ്തു നടത്തുന്നത്. അത് രാഹുലീശ്വരന് മനസ്സിലായില്ല. ഒന്നാമത് ക്ലെയിമാണ്, ഫുൾഫിൽമെൻ്റ് ഓഫ് പ്രൊഫസി, പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നിൽ സംഭവിച്ചിരിക്കുന്നുവെന്ന് ക്രിസ്തു പറയുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ 6-ാം അധ്യായം, യോഹന്നാൻ്റെ 6-ാം അധ്യായത്തിൽ ക്രിസ്തു പറയുകയാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം ആകുന്നു, ഞാൻ ആകുന്നവനാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. 8-ാം അധ്യായത്തിൽ വീണ്ടും ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവത്തിന് ശേഷം ഞാൻ ലോകത്തിൻ്റെ പ്രകാശം ആകുന്നു എന്ന പ്രയോഗം യഹൂദർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ ആകുന്നവനാകുന്നുവെന്ന് പറയുന്നവൻ ദൈവമാണ്. അതുകൊണ്ടാണ് അവർ അവനെ എറിയാൻ കല്ലുകളെടുക്കുന്നത്. ക്രിസ്തുവിൽ ദൈവത്വം ആരോപിക്കുന്നവരെ നരകത്തിനുള്ളവരായും വഴിപിഴച്ചവരായുമായിട്ടാണ് ഇസ്ലാം ചിത്രീകരിക്കുന്നത്. ഖുർആൻ 1-ാം അധ്യായം 7-ാം വാക്യം, 5:17, 5:72, 5:116, 4:171, ഖുർആൻ 9-ാം അധ്യായത്തിന് 29-30 വാക്യങ്ങൾ. ഇത് അതുകൊണ്ട് ക്രിസ്തുവിൻ ക്രൈസ്തവർ കാണുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണവും വെളിപാടുകളുടെ പൂർത്തീകരണവുമാണ്. എന്നാൽ യഹൂദർ ഇത് മനസ്സിലാക്കാതെ ക്രിസ്തുവിനോട് തർക്കിക്കുകയാണ്. അപ്പം തർക്കിക്കുന്ന യഹൂദരുടെ മുമ്പിലാണ് ക്രിസ്തു പറയുകയാണ് 8-ാം അധ്യായത്തിൻ്റെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അതേ 8-ാം അധ്യായത്തിൽ ക്രിസ്തു കാര്യം വളരെ വ്യക്തമാക്കുകയാണ്. തൻ്റെ ഡിവിനിറ്റി, തൻ്റെ ദൈവത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ പാപം ക്ഷമിക്കുന്നത്, അപ്പം വർദ്ധിപ്പിക്കുന്നത്, കുരുടന് 9-ാം അധ്യായത്തിൽ കുരുടന് കാഴ്ച കൊടുക്കുന്നത്, ലാസറിനെ ഉയർപ്പിക്കുന്നത്. ഇതെല്ലാം പഴയ നിയമത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ നിങ്ങളോട് മുമ്പ് സംസാരിച്ച ദൈവം ഇൻകാർണേറ്റ് അവതരിച്ചിരിക്കുന്നു, ഞാനും അവനും ഒന്നാണ് എന്ന് പഠിപ്പിക്കുകയാണ്. രാഹുലീശ്വർ കരുതുന്നതിലേറെ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണിത്. ഇത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമാണ്. കൃത്യമായ ലക്ഷ്യത്തോടുകൂടി ക്രിസ്തുവിനോട് കൂടെ ജീവിച്ച് താൻ അനുഭവിച്ച ക്രിസ്തുവിനെ കൃത്യമായി വരച്ചു കാണിക്കുകയാണ് യോഹന്നാൻ അപ്പോസ്തലൻ ചെയ്യുന്നത്. ദൃക്സാക്ഷിയാണ്. അപ്പം ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഞാൻ ആകുന്നവനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ, നിങ്ങൾ 8:28, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇവിടെയാണ് കാര്യം കിടക്കുന്നത്. ഞാൻ തന്നെ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി മോശ ചോദിക്കുന്നില്ലേ, നീ ആരാണ്? അതിന് പറയുന്ന മറുപടി, ഞാൻ ആകുന്നവനാകുന്നു. ഇതേ പ്രവൃത്തിയാണ് ഇവിടെ വരുന്നത്. അല്ലാതെ നിസാരമായ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിളായ കാര്യം മാത്രമല്ല ഇതിനകത്തുള്ളത്. മാത്രവുമല്ല, ശ്രീ രാഹുലീശ്വർ കരുതുന്നത് പോലെ എങ്ങനെ വേണേലും പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന അർത്ഥത്തിലല്ല. അധികാരികൾ നിയമമനുസരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അവിടെ പറയുന്നത്. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സഹോദരിയോട് പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, വിധിക്കാൻ എനിക്ക് അധികാരമുണ്ട്, ഞാൻ നിന്നെ വെറുതെ വിടുന്നു. അതായത് പാപിക്ക്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന പാപിക്ക് പാപമോചനമുണ്ട് എന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ഞാനാണ് അതോറിറ്റി എന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ദൈവം വചനം മാംസം ധരിച്ചതാണ് എന്നും പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവെന്നും വെളിപാടുകളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവെന്നും യേശുവാണ് ക്രിസ്തുവെന്നും കൃത്യമായി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും അപ്പോസ്തലന്മാർ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് യേശുവാണ് ക്രിസ്തുവെന്ന് പറയുന്നവൻ, അവനെ അള്ളാഹു നരകത്തിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് ഖുർആൻ 5-ാം അധ്യായം 17, 72, 116, 4:171, 9, 28, 29 വാക്യങ്ങളിലൂടെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഖുർആൻ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. അപ്പോൾ ഇത്രത്തോളം ഗൗരവമേറിയ, അതായത്
ക്രിസ്തുവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്വം, ഗോഡ്വുഡ് ദൈവത്വം. അതെന്താണ്? അത് സ്നേഹത്തിൻ്റെതാണ്, ഫെലോഷിപ്പാണ്. അതിന് വിപരീതമായി ഒരു പൊളിറ്റിക്കൽ റിലീജിയനാണ് ഇസ്ലാം കൊണ്ടുവരുന്നത്. ഏകാന്തനും ഏകാധിപതിയുമായ ഒരു ശക്തിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് അഹിംസയിൽ അധിഷ്ഠിതമാണ്, മറ്റൊന്ന് ഹിംസ ചേർന്ന് നിൽക്കുന്നതാണ്. ഈ വ്യത്യാസമുണ്ട്. അപ്പം ഈസായെ അംഗീകരിച്ചാൽ സ്വാഭാവികമായും ഈസായുടെ തുടർച്ചയായി പിന്നെ അവിടെ വരുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദാണ്. അദ്ദേഹം മദീന പിടിച്ചെടുത്തത് എങ്ങനെയാണ്? താബൂക്ക് പിടിച്ചെടുത്തത് എങ്ങനെയാണ്? കൈബർ പിടിച്ചെടുത്തത് എങ്ങനെയാണ്? അത് യുദ്ധങ്ങളിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായും വിവാഹങ്ങളും യുദ്ധങ്ങളുമെല്ലാം അംഗീകരിക്കേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മോശയ്ക്കും അബ്രാഹത്തിനും ഇത്തരം വിശേഷങ്ങളില്ലേ? വിവാഹങ്ങളും യുദ്ധങ്ങളുമൊക്കെ അബ്രാഹം ചെയ്തിട്ടില്ലേ? തൻ്റെ സഹോദരൻ ലോത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ലേ? അത് സാഹചര്യങ്ങളിൽ നിന്നുള്ള മാത്രമാണ്. മോശയുടെയോ അബ്രാഹത്തിൻ്റെയോ അധികാരം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയല്ല. മോശയ്ക്കും അബ്രാഹത്തിനും പ്രിവിലേജ് ആയിട്ടല്ല യുദ്ധങ്ങളും വിവാഹങ്ങളും ദൈവം കൊടുക്കുന്നത്. മറിച്ച് ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ചില നിയമങ്ങൾ നൽകി ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനായിട്ട് നൽകപ്പെടുന്നതാണ്. പക്ഷേ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശുവാണോ ഈസായാണോ വലിയവനെന്ന്, യേശുവാണോ മുഹമ്മദാണോ വലിയവനെന്ന് എം അക്ബർ ചോദിക്കുന്നത്. ഇതെല്ലാം വലിയ കോംപ്ലിക്കേറ്റഡ് വിഷയമാണെന്ന് എനിക്കറിയാം. എന്നാലും ശ്രീ രാഹുലീശ്വർ മുഖാന്തരം ഇങ്ങനെയൊക്കെ ചിന്തിക്കാനിടയായതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുകൊണ്ട് അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് കരുതുകയാണ്. എനിക്ക് പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ രാഹുലീശ്വരനോട് പറയുവാൻ, രാഹുലീശ്വരനെ അംഗീകരിക്കുന്നവരോടും പറയുവാൻ, ഇതേ വിഷയം യേശുവിൻ്റെ ഡിവിനിറ്റിയെ സംബന്ധിച്ച, ഗോഡ്വുഡിനെ സംബന്ധിച്ച, ഫുൾഫിൽമെൻ്റ് ഓഫ് പ്രൊഫസിയെ സംബന്ധിച്ച വിഷയങ്ങളിൽ യഹൂദരുമായി ക്രിസ്തു സംവദിച്ചിരുന്നു. ആ യഹൂദരോട് ക്രിസ്തു കൃത്യമായി പറയുകയാണ്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ക്രിസ്തു കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായിട്ടാണ് പറയുന്നത്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. എന്തുകൊണ്ട്? അവൻ ഡിവിനിറ്റി അവകാശപ്പെട്ടതുകൊണ്ട്. ഞാനാണ് മനുഷ്യ കുലത്തിൻ്റെ രക്ഷകൻ, ഞാനാണ് കർത്താവ്, ഞാനാണ് പ്രവാചകർ പറഞ്ഞ നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ കർത്താവും രക്ഷകനുമായവൻ ഞാനാണ് എന്ന് ക്രിസ്തു അസന്നിഗ്ധമായി സംശയമില്ലാത്ത വിധം സ്ഥാപിക്കുകയാണ്. ആയതിലേക്കുള്ളതായ ചുവടുവെപ്പുകളാണ്, നടപടിക്രമങ്ങളാണ്, സംഭവവികാസങ്ങളാണ് അപ്പം വർദ്ധിപ്പിക്കുന്നതും. ഞാനാണ് ജീവൻ്റെ അരുവി, എന്നിൽ നിന്ന് ജീവജലം പുറപ്പെടുമെന്ന് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നു. 7-ാമത്തെ അധ്യായത്തിൽ ഞാൻ ജീവൻ്റെ അരുവിയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകനിലൂടെ മുമ്പ് പറഞ്ഞു വെച്ചു, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന അരുവിയാണ്, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവനാണ്, അപ്പം നൽകുന്നവനാണ് എന്ന് യെശയ്യായിലൂടെ പറഞ്ഞു വെച്ചത് ക്രിസ്തു യോഹന്നാൻ്റെ 7-ാം അധ്യായത്തിൽ ക്ലെയിം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ക്രിസ്തു അത് ഏറ്റെടുക്കുകയാണ് അധികാരം. 9-ാം അധ്യായത്തിൽ അന്ധന് കാഴ്ച കൊടുത്തുകൊണ്ട് താൻ തൻ്റെ ആ അധികാരം മോശയോടും പൂർവികരോടും അടയാളങ്ങൾ പ്രവർത്തിച്ചതുപോലെ അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരൻ, അതുകൊണ്ട് ഇത്തരം ചൈൽഡിഷായ കുട്ടിത്തം നിറഞ്ഞ വ്യാഖ്യാനങ്ങൾ നടത്തുകയില്ല എന്ന് കരുതുകയാണ്.